പറഞ്ഞത്? അങ്ങനെ വസന്തേ അടിസ്ഥാനരഹിതമായ കാരണങ്ങളൊന്നും പറയല്ലേ. ആരങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞാനിപ്പോ ചർച്ച നടത്തുന്നത് വസന്തേ BJP-യുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ്. വസന്ത് 2 ദിവസം മുമ്പാണ് ഇവിടെ വന്നത്. നിങ്ങൾ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയല്ലേ. ആരാ പറഞ്ഞത്? പത്മജ വരുമോ പ്രിന്റോ അവിടെ പ്രചരണത്തിന്? തൃശ്ശൂരിൽ പത്മജ വരുമോ? പ്രിന്റോ തൃശ്ശൂരിൽ പത്മജ വരുമോ പ്രചരണത്തിന്? എന്തോ സംശയം? പത്മജ വരും. പത്മജ വന്നല്ലോ, ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ വന്നല്ലോ. ഞങ്ങൾ അവർക്ക് സ്വീകരണം കൊടുത്തല്ലോ. അവർക്ക് പാർട്ടി നിശ്ചയിച്ച സ്ഥലങ്ങളിലൊക്കെ പത്മജ പോകും. പാർട്ടി എവിടെയൊക്കെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് അവിടെയൊക്കെ പത്മജ സഞ്ചരിക്കും. അതിലൊന്നും ഒരു സംശയവും വേണ്ട. തൃശ്ശൂരിൽ വസന്ത് അതെ, ഇത് പ്രശ്നം എവിടെയാണെന്നറിയോ? പ്രിന്റ് പറഞ്ഞു ഞാന് അടിസ്ഥാനരഹിതമായ കാര്യം പറഞ്ഞു. അവൻ നേരത്തെ പ്രിന്റ് പറഞ്ഞ പ്രതാപന്റെ പരിഭവം അതും അടിസ്ഥാനരഹിതമാണ് എന്ന് കരുതിയാൽ മതി. രണ്ടാമത്തെ കാര്യം നോക്കൂ, കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട. അതിലൂടെ ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ മെസ്സേജ് ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. അത് BJP-യോട് നേർക്ക് നേർ വെല്ലുവിളിക്കുന്നത് കേരളത്തിലടക്കം NDA-യോട് BJP-ക്ക് ഇവിടെ ഉള്ള താമരക്കുളങ്ങൾ മുഴുവൻ വറ്റിക്കാൻ വേണ്ടി പവർ പമ്പ് സെറ്റായി മാറുന്നത് അത് കോൺഗ്രസ് ആണ് എന്ന വളരെ കൃത്യമായ മെസ്സേജ് കേരളത്തിലെ മതേതര വോട്ടർമാർക്ക് നൽകുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതായത് സംശയമൊന്നും വേണ്ട. മുരളീധരന്റെ ഒരു ലിഫ്റ്റിംഗിലോടുകൂടി, ഒരു മാസ് എൻട്രിയോടുകൂടി, ഒരു സർജിക്കൽ 1970 കാര്യങ്ങൾ ഓർത്തോ? വർക്ക് ചെയ്യില്ല വസന്തേ. നിങ്ങളുടെ പമ്പ് സെറ്റ് 1970 പമ്പ് സെറ്റാ. ആ വർക്ക് കണ്ടീഷൻ ഉണ്ടാവില്ല. അപ്പൊ താമരക്കുളങ്ങൾ വറ്റിക്കുന്നത് ഒന്ന് കാണാലോ നമുക്ക്. താമരക്കുളം വറ്റിക്കാൻ പോയിട്ട് 1 ലിറ്റർ വെള്ളം വറ്റിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. 2016 എന്താണ് ഉണ്ടായത്? 70കളിലെ പമ്പ് സെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു സീറ്റ് പോലും തോൽപ്പിച്ച് കളഞ്ഞത് മുരളീധരനാണ്. ആ വൈരാഗ്യം നിങ്ങൾക്ക് മുരളിയോടുണ്ട്. ഒരു കാര്യം കൂടി വളരെ കൃത്യമായി ഞാൻ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞേക്കാം. വടകരയിൽ മുരളിക്കെതിരായി വോട്ട് മറിച്ച് ചെയ്യാൻ BJP നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്ന് വ്യക്തമായ അറിവ് ഞങ്ങൾക്കുണ്ട്. വടകരയിൽ ശ്രീ മുരളീധരൻ കാൻഡിഡേറ്റ് ആകുമ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി അവിടെ ദുർബലനാണ്. അങ്ങനെ വരുമ്പോ ആ വോട്ട് മുഴുവൻ മറിച്ച് CPM-ന് കൊടുത്ത് മുരളിയെ തോൽപ്പിക്കാനുള്ള ഒരു തീരുമാനം ആർക്കുണ്ടായിരുന്നു? BJP-ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ ഞങ്ങൾക്കുണ്ടെന്നേ. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് നടക്കില്ല. കാര്യം തൃശ്ശൂരിൽ BJP-യോട്ട് ഇവർ ആർക്കും മറിക്കും? സുനിൽകുമാറിന് മറിക്കാൻ പറ്റുമോ? സുനിൽകുമാറിന് മറിച്ചാൽ BJP ഓഫീസ് തല്ലിപ്പൊളിച്ചിട്ട് സുരേഷ് ഗോപി ഇറങ്ങി പോകും. മറ്റേ മാസ് സിനിമകളൊക്കെ കാണിക്കുന്ന പോലെ. അദ്ദേഹം ഇപ്പോ കഴിഞ്ഞ ദിവസം അവരുടെ പ്രവർത്തകരോട് കൊണ്ടുവന്നിട്ടുള്ളത് അല്ല, കൃത്യമാണെന്നേ. നിങ്ങളുടെ ചില സെറ്റിൽമെന്റ് നിങ്ങൾ വോട്ട് മറച്ചു കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെ തന്നെ ആക്കിയാലും സുരേഷ് ഗോപി ചെയ്യും. സ്വന്തം വീട്ടിലെ വോട്ട് പോലും പോക്കറ്റിലാക്കാൻ സാധിക്കാത്ത ആളാണ് മുരളീധരൻ. നിങ്ങൾ മുരളീധരന്റെ മികവൊന്നും പറയല്ലേ. ഇവിടെ ഇതിന് മുമ്പ് തൃശ്ശൂരിൽ നിന്നിട്ട് തോറ്റ ആളാണ് മുരളീധരൻ. കരുണാകരന്റെ പ്രഭാവ കാലഘട്ടത്തിൽ കരുണാകരന്റെ പ്രഭാവ കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ നിന്ന് തോറ്റ ആളാണ്. കാത്തിരുന്ന് കാണാം. കാരണം പ്രചരണം